വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തോൽവിയുടെ സ്ഥാനത്ത് നിന്ന് വിജയകരമായ വഴികളിലേക്ക് ആഹ്വാനം ചെയ്യുന്ന പല സംഭവങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. ആയിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥ ബോധം ഉണ്ടാകുന്നവർക്ക് മാത്രമേ വിജയം നേടുവാൻ കഴിയൂ. മാത്രമല്ല, വിജയം നേടുന്നതിന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുകയും വേണം. ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിപ്പാനായി വിളിക്കപ്പെട്ടവനും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അന്യദൈവങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത അനേക പ്രവാചകന്മാരോട് പോരാടി വിജയം നേടുകയും ചെയ്ത ഏലിയാവ് ഭീരുവായി ഓടിപ്പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് 1 രാജാക്കന്മാർ 19:3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. മരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏലിയാവ് പറയുന്നത്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നാണ്. ജീവിതത്തിൽ അസാധാരണമായ വിജയവും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോഴാണ് ശത്രു ഏറ്റവും ശക്തിയോട് പോരാടുന്നത്. ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ശത്രു ഉപയോഗിക്കുന്ന ആയുധം അധൈര്യവും ഭയവും നിരാശയുമാണ്. ഈ ആയുധങ്ങളെല്ലാം ഒന്നിനോട് ഒന്ന് ബന്ധമുള്ളതുമാണ്. ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. ഏലിയാവിൻ്റെ ഭീതിയുടെ അനുഭവത്തിൽ ദൈവം തൻ്റെ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കലേക്ക് അപ്പവും വെള്ളവുമായി അയക്കുന്നു. പ്രതികൂല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനവും അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുമാണ് നമ്മെ ബലപ്പെടുത്തേണ്ടുന്നത്. എന്നാൽ ഏലിയാവോ തിന്നുകുടിച്ചതിന് ശേഷം പിന്നെയും കിടന്നുറങ്ങുകയാണ്. ദൂതൻ പിന്നെയും അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇനിയും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന ദർശനം ഏലിയാവിനെ ധൈര്യപ്പെടുത്തി. ഏലിയാവ് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. നിരാശയുടെ അനുഭവത്തിൽ ദൈവം തൻ്റെ മക്കളോട് പറയുന്നത് ഏലിയാവിനോട് പറഞ്ഞത് തന്നെയാണ്, എഴുന്നേറ്റ് തിന്നുക, നിനക്കിനിയും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവഹിതത്തെ മറുതലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി യോനയ്ക്ക് കപ്പൽ പ്രമാണിയിൽ കൂടി ലഭിച്ച നിർദ്ദേശം, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നായിരുന്നു. യോന 1:6. ദൈവജനം ദൈവഹിതത്തിൽ വ്യതിചലിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് കൊടുങ്കാറ്റിലാകപ്പെടുന്നത്. ഈ വിധത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റ് ദൈവജനത്തെ മാത്രമല്ല, കൂടെ യാത്ര ചെയ്യുന്നവർക്കും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും. ഈ വിധത്തിലുണ്ടാകുന്ന അവസ്ഥയെ മനസ്സിലാക്കാതെ ദൈവജനം വീണ്ടും കിടന്നുറങ്ങുകയാണ്. അതല്ലേ വാസ്തവം? പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്ന വിശ്വാസിയാണോ ഞാനും നീയും? ദൈവം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. തൻ്റെ ജനത്തിന് വരുവാൻ പോകുന്ന അനർത്ഥം മനസ്സിലാക്കി മൊർദെഖായി രട്ടുടുത്ത് പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ വിശ്വാസി നിലവിളിക്കണം. പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് നിലവിളിക്കണം. യോവേൽ 2:12. ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പേടിയിൽ 40 വർഷമായി അടച്ച് ഉറപ്പാക്കിയിരുന്ന യെരിഹോ കോട്ടയെ വിശ്വാസത്താൽ പിടിച്ചടക്കി വിജയകരമായി മുന്നേറിയ ഇസ്രായേൽ ഏറ്റവും ചെറിയ ഹൈ പട്ടണത്തിൻ്റെ മുൻപിൽ തോറ്റോടിയതായി യോശുവ 7:4-5 വാക്യങ്ങളിൽ വായിക്കുന്നു. ഏറ്റവും നിസ്സാരമെന്ന് കരുതിയ പട്ടണത്തെ പിടിച്ചടക്കുവാനുള്ള ശ്രമത്തിൽ തോറ്റുപോകുവാനുള്ള കാരണം മനസ്സിലാകാതെ യോശുവ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. യോശുവയുടെ ദൈവം പറയുന്നത്, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. യോശുവ 7:10-13 വരെ. ജീവിതത്തിൽ നിരാശയും തോൽവിയും ഉണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വീണ് കിടന്ന നിലവിളിക്കാറില്ലേ? അത് ചെയ്യരുത് എന്നല്ല, പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്.
എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപ അവസ്ഥയെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല. മുടിയൻ പുത്രൻ തൻ്റെ നികൃഷ്ടമായ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഈ വിധത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്ന മുടിയൻ പുത്രനെ വീണ്ടും പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് പിതാവ് യഥാസ്ഥാനപ്പെടുത്തുന്നു. ഇന്ന് നാം പുത്രത്വത്തിൻ്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തി പന്നികളുടെ ഇടയിൽ കഴിയുകയല്ലേ. ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം. കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ വിജയം നേടുവാൻ സാധിക്കൂ. കർത്താവെ, കുറവുകളെ മനസ്സിലാക്കി എഴുന്നേറ്റ് ജയത്തിൻ്റെ വഴിയിൽ നടപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.